കല്ലുകളും മരങ്ങളും ചേർത്തുവെച്ച് കളിമണ്ണിൽ പൊതിഞ്ഞെടുത്ത വീടുകൾ. കാശ്മീരിലെ മലമുകളിലെ തനിനാടൻ വീടുകളുടെ കഥ പറയാം. സുക്കൂനിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി റമീസ് റാജിയുടെ വീട്ടിലാണ് ഇന്നത്തെ എൻ്റെ പ്രഭാതം പുലർന്നത്. 2.5 മണിക്കൂർ ഈ മലയിലേക്ക് കാൽനടയായി സഞ്ചരിച്ചാണ് ഇന്നലെ അവൻ്റെ വീട്ടിൽ ഞാൻ എത്തിയത്. കല്ലുകളും മരങ്ങളും ചേർത്തുവെച്ച് അകത്ത് മണ്ണു തേച്ചെടുത്ത ഒറ്റമുറി വീട്. പാത്രങ്ങൾ അടുക്കി വെച്ച അലമാരി കൊണ്ട് അതിരിട്ടതിനപ്പുറം ബെഡ്റൂമും ഇപ്പുറം അടുക്കളയും. മരത്തടികൾ ചേർത്തുവെച്ചാണ് മേൽക്കൂര തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു മുകളിൽ മണ്ണ് അടിച്ചുറപ്പിച്ചിരിക്കുന്നു. വീടിനകത്തെ മണ്ണടുപ്പിൽ ഒരേ വിറകുകൾ ഉപയോഗിച്ച് 3 അടുപ്പുകൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കാം. അവിടെ പ്രാതലിനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് റമീസിൻ്റെ മാതാവ്. ഉത്തരേന്ത്യയിൽ നിന്ന് പലയിടത്തു നിന്നും റൊട്ടി ഇങ്ങനെ ചുട്ടെടുക്കുന്നതും പൊള്ളിച്ചെടുക്കുന്നതും പകർത്തിയിട്ടുണ്ടെങ്കിലും അതിന് ഇതുപോലൊരു സ്റ്റാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോ നാടുകൾക്കും വ്യത്യസ്തമായ സ്വഭാവങ്ങളാണല്ലോ. വീടിനകത്ത് ഒരു മൂലയിൽ സുക്കൂൻ കോർണറുണ്ട്. നാട്ടിലെത്തിയാലും വായനയും പഠനവും മുടങ്ങരുതെന്ന ചിന്തയിലാണ് ഈ ആശയം നമ്മൾ കുട്ടികളോട് പങ്കുവെച്ചത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ഏറ്റവും മനോഹരമായി റമീസ് അത് നിർവഹിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിത പുസ്തകത്തിൽ ഇന്നത്തേത് തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു അധ്യായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രമേൽ സന്തോഷത്തോടെയാണ് ഈ കാഴ്ചകൾ ഞാൻ നോക്കി നിന്നത്. അടുക്കളയിൽ നിന്നുള്ള ഈ വാതിൽ തുറക്കുന്നത് നേരെ ആലയിലേക്കാണ്. 3 എരുമകളുണ്ട് ഇവർക്ക്. 3ഉം ഇപ്പോൾ മേയാൻ ഇറങ്ങിയതേയുള്ളൂ. ഭക്ഷണശേഷം കാടിനകത്തുകൂടി 2 മണിക്കൂർ കൂടി നടന്ന് ഒരു വെള്ളച്ചാട്ടം കൂടി കാണാൻ പദ്ധതിയുണ്ട്. ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിലുണ്ട്. മനുഷ്യരുടെ ജീവിതവും സംസ്കാരവും രൂപപ്പെടുന്നത് അവിടുത്തെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ചാണ്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് കാശ്മീരിലെ ഈ മലമുകളിൽ നിന്നും നമുക്ക് കാണാനാകുന്നത്. വീണ്ടും കാണാം.